അതെ, ആരാ പൂജ? ഞാനാ പൂജ. എൻ്റെ അമ്മ ഒളിച്ച് നിൽക്കണം. അമ്മയ്ക്ക് ക്യാമറ ഇഷ്ടമല്ല. അനിയത്തി കണ്ടില്ല, വരാനല്ലേ ഫ്രണ്ട് കൂടെ. പ്രിയങ്ക എൻ്റെ അനിയത്തിയാണ്. നമ്മൾ അമ്മൂന്ന് വിളിക്കും. അത് നമുക്ക് ഇഷ്ടമല്ല. ഹലോ. അതെ, ഫോൺ മണ്ടിക്കണം. അമ്മ കുറച്ച് കൊടുത്തിരിക്കാൻ ഒരെണ്ണം വന്നാൽ ശരിയായിക്കോളൂല്ലേ? ഇഷ്ടമല്ല. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി പോവുകയാണ്. നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ ഒന്ന് സൈഡ്. എക്സ്പീരിയൻസ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, നമ്മുടെ ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ കൂടിയാണ് സർ. എല്ലാ മാന്യ സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയൊക്കെ ഇരിക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ യോഗ്യനല്ല. സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫാമിലി സബ്ജക്റ്റ്, ഫാമിലി ഒന്നും ഇല്ലാതാവുന്ന ഈ കാലത്ത് ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത് വളരെ ആക്സിഡൻ്റലായിട്ടാണ്. ഞാൻ വഴിയെ പോവുകയായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറും മാത്യൂസ് കറിയും ഇതിൻ്റെ പ്രൊഡ്യൂസർ രചന വഹിക്കുന്ന ശ്രീലാലും നമ്മുടെ കൊച്ചു പയ്യനും ഒക്കെ കൂടെ ചേർന്ന് എന്നെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതൊരു നിമിത്തമായി ഞാൻ കരുതുന്നു. കാര്യം ഒരു ന്യൂറോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ കാണുന്ന പേഷ്യൻസ് 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അന്നേരം ഈ 65 വയസ്സിന് മുകളിലുള്ള ഒരു 10 കൊല്ലം മുമ്പ് വരുമ്പോൾ അവരുടെ കൂടെ ചോദിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ വരുന്ന എല്ലാവരുടെയും ബൈസ്റ്റാൻഡർ ആരാന്ന് വെച്ചാൽ ഒരു കെയർ ടേക്കറാണ്. ഈ കെയർ ടേക്കറിന് എന്താണ് ഈ രോഗി അവരുടെ മാനസികാവസ്ഥ എന്താണ് കടന്നു പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മക്കൾ വിദേശത്ത് നിന്ന് മിനിറ്റിന് ഡോക്ടറോട് സംസാരിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, നമ്മൾ കഥകൾ പറയും, തിരക്കഥാ സംഭാഷണമൊക്കെ അവർ ബാക്കിയുണ്ടാക്കും. പിന്നെ നമ്മൾ പറഞ്ഞു. ഗസ്റ്റ് ഇവിടെ ഉണ്ട്. ബി രാകേഷ് സർ, അനിൽ തോമസ് സർ, സോണി തോമസ് സർ, മമ്മി സെഞ്ചുറി സർ, സോഹൻ സിനുലാൽ സർ, ഡോക്ടർ ശ്രീകുമാർ ജെ. യെസ്, ഇത്രയും പേരാണ് നമ്മുടെ ലാമ്പ് ലൈറ്റിങ്ങിന്. ആദ്യം തന്നെ ഔസൈ ബച്ചൻ സാർ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഔസൈ ബച്ചൻ സാർ. വിളക്ക് നമുക്ക് ഒന്ന് സ്റ്റേജിലേക്ക് ആ സൈഡിൽ അയപ്പിക്കണം. നമുക്ക് മീഡിയക്കാർക്ക് കവറേജിന് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഒന്ന് ലാമ്പ് ഒന്ന് നമുക്ക് പൊസിഷൻ ഒന്ന് ചേഞ്ച്. അയ്യോ,
അടുത്തതായി നമ്മുടെ ഗുഡ് ഡേ മൂവീസിന്റെ ലോഗോ പ്രകാശനമാണ്. യെസ്, മീഡിയ സുഹൃത്ത് എല്ലാവരും ഉണ്ട്. ഇത് വലിയ സക്സസ് ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. പ്രസന്റ് ചെയ്യാൻ പോവാണ്. യെസ്, ആദ്യത്തെ പാട്ട് നിന്നിൽ മുങ്ങി തുറന്നിടാൻ കണ്ണ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അത് ഇതിനായി അനിൽ തോമസ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മ്യൂസിക് അനന്തരാമൻ അനിൽ, സിംഗർ ഹന ഫാത്തിമ. ഇത്രയും പേരാണ് ഈ മ്യൂസിക്കിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സോ നമുക്ക് അടുത്തതായി അനിൽ തോമസ് സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഈ ഹാളിൽ തന്നെ എല്ലാവരും ഇതൊരു ഫാമിലിക്കാണ് ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ശ്വാസം പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മികച്ച എന്റർടൈനർ, ഒരു ഫീൽ ഗുഡ് ഫിലിം തന്നെയാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഫീല്. തീർച്ചയായിട്ടും സിദ്ദിഖിനെ പോലെ, ശ്രീമതി വിനയ പ്രസാദിനെ പോലെ മികച്ച അഭിനയത്തിനും മറ്റ് എല്ലാ ടീമുകൾക്കും ആശംസ നേരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. എൻ്റെ സിനിമകൾ ഒട്ടുമിക്കതൊക്കെ കുടുംബകഥകൾ പറഞ്ഞ സിനിമകളാണ്. അതെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചിത്രവും അതുപോലെ വിജയിക്കട്ടെ. നിർമ്മാതാവിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ജീവിതം മധുരമാകട്ടെ. നന്ദി, നമസ്കാരം. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഒരു ശ്രീലാലിന് തോന്നിയ ചെറിയൊരു ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ കഥ രൂപപ്പെടുന്നത്. ഇതിൽ കഥ എന്ന് പറയാനായിട്ടത് അത്ര വലിയൊരു കഥയൊന്നുമല്ല. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അല്ലാതെ നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു കഥയോ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയോ അല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇതിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. വളരെ ജീവിതഗന്ധിയായ ഒരു സിനിമയാണ്. പിന്നെ ശ്രീലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പണം കയ്യിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പണം മുടക്കിയ ഒരു സിനിമ അങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് സിനിമയോടുള്ളൊരു പാഷൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ എഴുതി, അതിൻ്റെ തിരക്കഥ എഴുതി, മാത്യൂസ് കറിയ എന്ന് പറയുന്നൊരു പുതുമുഖ സംവിധായകനെ കണ്ടെത്തിയ സിനിമ മെറ്റീരിയലൈസ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സമീപിക്കുകയും ആ സിനിമ ഞങ്ങളെല്ലാവരും ചേർന്ന് അത്ര വലിയ ബഡ്ജറ്റിലുള്ള സിനിമയൊന്നുമല്ല, അങ്ങനെ എല്ലാവരും സഹകരിച്ചിട്ടാണ്. ഇതിൻ്റെ ക്യാമറാമാൻ കൃഷ്ണ, ഇതിൻ്റെ എഡിറ്റർ കപിലൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ ജോണി ആന്റണി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ഇതിനകത്ത് വന്ന് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു വിരാശി പോകുന്നുണ്ട്. സിനിമയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന, കഥയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ്. അത് കഥയോട് ചേർന്ന് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുകയുള്ളൂ. എനിക്കും ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ തോന്നി, അടുപ്പിച്ച് 2 പാട്ട്, ഒരാൾ തെക്കോട്ട് ടെമ്പോ ട്രാവലിൽ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ വടക്കോട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയി എന്ന പോലെ തോന്നും. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവും. ഓരോ രംഗങ്ങളും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസസ് ഉണ്ട്. സിനിമ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തുന്ന ഒരു സിനിമയായിരിക്കും എന്ന പ്രാർത്ഥനയോടെ, എന്ന വിശ്വാസത്തോടെ സിനിമ ഏറ്റവും അടുത്ത ദിവസം തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവണം. ഈ സിനിമയും ഒരു വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാത്യു സാർ എന്നെ ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരൊറ്റ വാക്കായിരുന്നു, ചേച്ചി ഡേറ്റ്സ് തന്നാൽ ഞാൻ പേന എടുത്ത് മുഴുവൻ കഥ എഴുതാം എന്നാണ് പറഞ്ഞത്. അത് തന്നെ എനിക്കൊരു വലിയ സമ്മാനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും വലിയ ഒരു ബഹുമാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏതൊരു അവാർഡിന് ഉപരിയാണ് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ ഞാൻ എഴുതാം എന്നുള്ളത്. അതൊരു വലിയ ഒരു കാര്യമാണ്. അല്ലാതെ കൂടെ അഭിനയിക്കാൻ പോകുന്നത്
അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വേറെ പല പേരുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം സിദ്ദിഖ് ജി എന്ന് തന്നെ പറഞ്ഞു, പക്ഷേ സിദ്ദിഖ് ജി തിരക്കിലായതുകൊണ്ട് വേറെ പേരുകളാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സിദ്ദിഖ് ജി എന്ന് ഓർപ്പിച്ചപ്പോഴാണ് എനിക്ക് ഈ ആനന്ദം കുറച്ചും കൂടി കൂടിപ്പോയത്. ഇത് എന്തിനാണ് ഞാൻ പറയട്ടെ, സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റിൽ എല്ലാവരും മമ്മൂട്ടി സർ, മോഹൻലാൽ സർ, ഇപ്പോൾ ഇല്ലാതായ ഇന്നസെന്റ് സർ, തിലകൻ സർ, അവരുടെ ഒപ്പമൊക്കെ അഭിനയിക്കാൻ കൊതി തോന്നുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിന് ഇവരുടെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്ന് കൊതി തോന്നുന്നുണ്ടെങ്കിൽ അത് സിദ്ദിഖ് സാറാണ് അല്ലേ. പിന്നെ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ കൂടെയാണ്. അത് സീരിയലാവാം, സിനിമ ആവാം, പിന്നെ പരിപാടികളാവാം. കുറേ പരിപാടികളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കമ്പാറ്റബിലിറ്റി ഉള്ള രണ്ട് ആർട്ടിസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും. ശ്രീലാൽ സർ എന്ന് ഈ പടത്തിന് എന്നെ വിശ്വസിച്ച് എന്നെ വിളിച്ചതിൽ താങ്ക് യു വെരി മച്ച്. ആൻഡ് മാത്യു സർ, നിങ്ങൾക്കും കൂടെ എല്ലാ ആർട്ടിസ്റ്റിനോടും നന്ദി പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ സെർവ് എ വെരി സ്വീറ്റ് memory it will create a very sweet memory in your minds also. Thank you so much. ഇവർക്കൊപ്പം തന്നെ നമ്മുടെ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല പ്രണയം ഉണ്ടാവാനാണ് അല്ലേ, സിൻസിയർ ആയിട്ടുള്ള ലവ് ഉണ്ടാവാനാണ്. അപ്പൊ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ സിനിമയുടെ ഡ്യൂറേഷൻ വുഡ് ബി 2.5 hours. അത്രയും സമയം നമുക്ക് ആ പ്രണയം മനസ്സിൽ ഫീൽ ചെയ്യാം. ഈ ഒരു സിനിമയിൽ തന്നെ വിളിച്ച ശ്രീലാൽ ചേട്ടൻ താങ്ക് യു സോ മച്ച്. എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു അടിപൊളി ഇമോഷണൽ ഡെപ്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. താങ്ക് യു. മാത്യു സർ, താങ്ക് യു സോ മച്ച്. ഈ ക്ഷമയോടെ എനിക്ക് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്നെ താങ്ക് യു സോ മച്ച്. ആൻഡ് സിദ്ദിഖ് ആൻഡ് മിന്ന ചേച്ചി, ഷെയറിംഗ് ദ സ്ക്രീൻ വിത്ത് യോർ എൻ്റെ ഈ കരിയറിന്റെ ഈ ഒരു സ്പേസിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് പഠിക്കാൻ കിട്ടി. ആൻഡ് ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ ആയിക്കോട്ടെ ഇവരെ കാണുമ്പോൾ ടു റെസ്പോണ്ട് വിത്ത് ദെം, ടു റിയാക്ട് വിത്ത് ദെം ഹാസ് ബീൻ എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ മീ. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പേഷ്യൻസ് ആൻഡ് താങ്ക് യു എവറിബഡി. നിങ്ങൾ എല്ലാവരും ഈ ഒരു സിനിമ നമ്മൾ എത്രമാത്രം ഡെപ്തോടെ നമ്മൾ എൻജോയ് ചെയ്തു, ആ ഒരു സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ആ ഒരു സീൻ എന്ന് പറയുന്നത് സിദ്ദിഖിക്കയുടെ കൂടെയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നല്ലൊരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മാത്യു സർ, താങ്ക് യു ശ്രീലാൽ സർ. പൂജിത, ഈ സിനിമ ലവ് ഇസ് ടൈംലെസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വിളിച്ചോതുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തിയേറ്ററിൽ പോയി കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. So this is my first film. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അഭിനയിക്കുകയും ഇന്റർവ്യൂ തരികയും എല്ലാം ചെയ്യുന്ന ആദ്യമായിട്ട് തന്നെയാണ്. സോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സുമായിട്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആൻഡ് the film is a very sweet film. ഇപ്പോഴത്തെ ഇറങ്ങുന്ന പടങ്ങൾ കണക്കല്ല, നോ ഹൈപ്പ്, നോ നത്തിങ്, ബട്ട് ഇറ്റ്സ് വെരി സ്വീറ്റ്. ഇറ്റ് വിൽ ലീവ് a long lasting memory in your minds. And I hope you guys also take it as well. And thank you Sila Lata and Matthew's career for giving me a chance in a song with us. Thank you. എല്ലാവർക്കും അതേപോലെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇതിൽ മൂന്നാമത് കേട്ട നീളുമി എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ലോട്ട്. ഐ എം വിഷിംഗ് ദ ബെസ്റ്റ് ഫോർ ദിസ് മൂവി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹന ഫാത്തിം. ഈ പടത്തിൽ പാടാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരിയധികം നന്ദിയും സന്തോഷമൊക്കെ ഉണ്ട്. ഇതെൻ്റെ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു സിനിമ വൻ ഹിറ്റ് ആകട്ടെ. എല്ലാവർക്കും നല്ലൊരു തിരിച്ചുവരവും, എല്ലാവരും രക്ഷപ്പെടട്ടെ.
എല്ലാവർക്കും നമസ്കാരം. ഞാനിതിലെ രണ്ടാമത്തെ പാട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റു സക്കറിയ, ശ്രീ ലാൽ, ശ്രീകുമാർ സാർ, എല്ലാവർക്കും വളരെ വളരെ അഭിനന്ദനങ്ങൾ. കാരണം ഇതിൻ്റെ ഓരോ മുന്നോട്ടുള്ള ചുവടുവയ്പ്പുകളും പലപ്പോഴും ഞാൻ ശ്രീലാൽ മുഖേന ഞാൻ അറിയാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ലൊക്കേഷനിൽ വന്നിരുന്ന സിദ്ദിഖ് സാറിനെ കാണാൻ. ഈ സിനിമയിലേക്ക് കടന്നു വന്ന് ഇത് പാട്ടെഴുതാൻ ലഭിച്ചത് തന്നെ വളരെ ഭാഗ്യമായി കണക്കാക്കുന്നു. ഈ സിനിമ പൂർവാധികം വിജയിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം നമസ്കാരം പറയുകയാണ്. ഒരു പാട്ട് എഴുതിയതാണ്, അനാഥാച്ചിലാണ് പാടിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹമാണ് കുറച്ച് ഷൈ ആളുകൾ പുറകിലേക്ക് നിൽക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. എല്ലാവർക്കും താങ്ക് യു. ഇത് ലോഞ്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതിനായി ഗായത്രി ആൻഡ് പൂജിത നിർമ്മിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഈ സിനിമ വലിയൊരു വിജയമാവാൻ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് തോന്നുന്നു. താങ്ക് യു. ശീലമൊന്നുമില്ല, എഡിറ്ററാണ് ഞാൻ ഈ സിനിമയുടെ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൗണ്ടർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ച് സന്തോഷമായി പിരിയണമെന്ന് ആലോചിക്കുന്നു. നമുക്ക് പറയുന്നത് പോലെ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ, ഒന്ന് അവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഒരു ഇന്റർവ്യൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരമീ ജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലാണ്. ഹലോ, ഇതില് നമ്മുടെ